ഡിയർ സ്റ്റുഡൻസ്, വളരെ സിമ്പിൾ ആയിട്ട് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ പോയിന്റ്സും കവർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടി എസ് എലിയറ്റിനെ പറ്റിയാണ് പറഞ്ഞത്, അല്ലെ? ടി എസ് എലിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രഡീഷൻ, ഇൻഡിവിജ്വൽ ടാലന്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെ? അപ്പൊ ഈ ടി എസ് എലിയറ്റ് ഭാഗമായ അല്ലെങ്കിൽ ടി എസ് എലിയറ്റിൽ നിന്ന് വളരെയധികം ഇൻസ്പയർഡ് ആയ 1930s 1950സിൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉണ്ടായി വന്ന ഒരു മൂവ്മെന്റ് ആണ് ന്യൂ ക്രിറ്റിസിസം. ഞാൻ പലവട്ടം നിങ്ങളോട് പല ക്ലാസ്സുകളിലായിട്ട് ന്യൂ ക്രിറ്റിസിസത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ എന്താ പറയാ, ടെക്സ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ലെമൺ സ്ക്യൂസർ സ്കൂൾ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു നാരങ്ങയിൽ നിന്ന് അതിന്റെ സത്ത് പിഴിഞ്ഞെടുക്കുന്നത് പോലെ ഒരു ടെക്സ്റ്റിൽ നിന്ന് അതിന്റെ അകത്തെ ഒരു ക്ലോസ് റീഡിങ്ങിലൂടെ ആ ടെക്സ്റ്റിലുള്ളത് എന്താണോ അത് മാത്രം ഭയങ്കര റിഗറസ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ഒരു സ്കൂൾ, ഒരു ക്രിറ്റിസിസം, ഒരു ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ആണ് ന്യൂ ക്രിറ്റിസിസം. Okay, before the rise of new criticism, literary studies often focused on the author's biography, historical background, moral lessons or social conditions. അല്ലെ, നമ്മൾ കഴിഞ്ഞ എലിയറ്റിന്റെ ക്ലാസ്സിലും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം ഇതാണ്. പലപ്പോഴും നമ്മളൊരു പോയ എടുക്കുമ്പോൾ ആ പോയ എഴുതിയത് ആരാണ്, അയാളുടെ ഹിസ്റ്ററി എന്താണ്, അയാളുടെ രാഷ്ട്രീയം എന്താണ്, അയാൾ എങ്ങനെ ജീവിച്ച ആളാണ്, ആ കാലഘട്ടം എന്താണ്, ഇത്തരം പഠനങ്ങളൊക്കെ നമ്മൾ സാഹിത്യത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ന്യൂ ക്രിറ്റിസിസം പറയുന്നത് അത് വേണ്ട. ഏ ദ ലിറ്റററി ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് ഷുഡ് ബി ദ മെയിൻ ഫോക്കസ് ഓഫ് ക്രിറ്റിസിസം. ടെക്സ്റ്റിലുള്ളത് എന്താണോ, ഒരു പോയ ഉണ്ടെങ്കിൽ ആ പോയത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താണോ അത് മാത്രം നോക്കിയാൽ മതി. അതിന് പുറമേ ഉള്ളതെല്ലാം ഇറലവന്റ് ആണ്, അതവിടെ നോക്കണ്ട. ഈ ടെക്സ്റ്റിന്റെ അകത്തുള്ള സ്ട്രക്ചർ, ലാംഗ്വേജ്, ഇമേജറി, സിംബലിസംസ് ആൻഡ് പാറ്റേൺസ്, ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു വായനേനെയാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് ചോദിക്കാം, വാട്ട് ഈസ് ക്ലോസ് റീഡിംഗ്? ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് വേർഡ്സ് ആൻഡ് ദിയർ റിലേഷൻഷിപ്സ് വിത്തിൻ ദ ടെക്സ്റ്റ്. അപ്പൊ ഒരു ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് എന്ന് ഇവിടെ പറയുന്ന ഒരു പോയോ ആവാം, ഒരു നോവൽ ആവാം, എന്തോ ആയിക്കോട്ടെ, അതിന്റെ അകത്ത് എന്ത് എഴുതിയിരിക്കുന്നു, അതിന്റെ സ്ട്രക്ചർ, അതിൽ ഇമേജറി, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ്, ഇത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ക്രിറ്റിസിസം ആണ് ന്യൂ ക്രിറ്റിസിസം. അപ്പൊ ഇത് ജോയൽ എലിയാസ് പിൻഗാൺ എന്ന് പറയുന്ന ആളാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന പേര് ആദ്യം ഉപയോഗിച്ചത്. ബട്ട് ജോൺ ക്രോ റാൻസം, ഇദ്ദേഹമാണ് ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന 1941 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലൂടെ ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ പറയുന്ന കോൺസെപ്റ്റ് കുറെ കൂടെ പോപ്പുലറൈസ് ചെയ്തത്. ഓക്കെ, എന്താണ് അതിന്റെ തിയറി, ഇവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്, അല്ലെ? നമ്മൾ പ്ലേറ്റോയിൽ നിന്ന് തുടങ്ങി നമ്മുടെ വ്യത്യസ്ത കാലഘട്ടത്തിലൂടെ ന്യൂ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, വിക്ടോറിയൻ ഏജിൽ കടന്ന് മോഡേണിറ്റിയിലോട്ട് എത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ അതേപോലെ ഈ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ആരംഭം എവിടുന്നാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് റൊമാൻറ്റിക് ആൻഡ് മോഡേണിസ്റ്റ് ലിറ്റററി തിയറീസ്. വൺ ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻഫ്ലുവൻസ് വാസ് സാമുവൽ ടൈലർ കോളറിഡ്ജ്. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഓർഗാനിക് യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കവിത എന്ന് പറഞ്ഞാൽ ആ കവിതയ്ക്കുള്ളിൽ ഒരു ഓർഗാനിക് യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഓർഗാനിക് യൂണിറ്റി? ജൈവമായ ഒരു യൂണിറ്റി. അത് ഫോഴ്സ്ഫുൾ അല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല. നോക്കിയേ, അക്കോർഡിംഗ് ടു കോളറിഡ്ജ്, എ പോയിം ഫങ്ഷൻസ് ലൈക്ക് എ ലിവിങ് ഓർഗാനിസം ഇൻ വിച്ച് എവ്രി പാർട്ട് ഈസ് കണക്റ്റഡ് വിത്ത് വൺ അനദർ. അതായത് ഒരു പോയം നോക്കുക, അതിൻ്റെ അകത്തെ ഒപ്പിച്ചുള്ളതായിരിക്കണം, അതിൻ്റെ അകത്തെ ബാക്കി സ്ട്രക്ചേഴ്സ്, അതിലുപയോഗിക്കുന്ന സിമ്പിൾസ്, അതിലുപയോഗിക്കുന്ന റൈമിംഗ് വേർഡ്സ്, നമ്മൾ പെന്റാമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ പോയിട്രിക് സ്ട്രക്ചർ. അപ്പൊ അതെല്ലാം കണക്റ്റഡ് ആണ്. ഈ ഇതൊരു മികച്ച കോമ്പിനേഷൻ വരുമ്പോഴാണ് ഒരു മികച്ച കവിത വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് എ പോയം ഫങ്ഷൻസ് ലൈക്ക് എ ലിവിങ് ഓർഗാനിസം ഇൻ വിച്ച് എവ്രി പാർട്ട് ഈസ് കണക്റ്റഡ് ടു എവ്രി അതർ പാർട്ട്. ഒരു പോയത്തിന്റെ എല്ലാ ഭാഗവും ബാക്കി എല്ലാ ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഫോം ആൻഡ് കണ്ടന്റ് കനോട്ട് ബി സെപ്പറേറ്റ് ബിക്കോസ് ബോത്ത് വർക്ക് ടുഗെദർ ടു ക്രിയേറ്റ് മീനിങ്. അപ്പൊ ആ പോയത്തിന്റെ ഫോമിനനുസരിച്ചുള്ള കണ്ടന്റ്, ഇത് രണ്ടും കൂടെ ഒരു ബെസ്റ്റ് രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു മികച്ച പോയം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇത് ഈ നമ്മുടെ ന്യൂ ക്രിറ്റിക്സ് എന്ത് പറഞ്ഞു? പോയം എന്ന് പറഞ്ഞാൽ ആൻ ഓർഗാനിക് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾ എലമെന്റ്സ് ഇൻ എ പോയം സച്ച് ആസ് ഇമേജറി, റിതം, ട്യൂൺ, സിമ്പിൾ, സ്ട്രക്ചർ, പിന്നെ അതിൽ പറയാൻ ശ്രമിക്കുന്ന മീനിങ്, അതിന്റെ കണ്ടന്റ്, ഇറ്റ് വർക്ക്സ് ടുഗെദർ ഹാർമോണിയസ്ലി. അത് ഒരുമിച്ച്
എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു യൂണിഫൈഡ് എഫക്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് സാമുവൽ ടൈലർ കോളറിഡ്ജ്, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് യൂണിറ്റി, അത് ഇവരും അക്സെപ്റ്റ് ചെയ്തു, അത് അവരും ഫോളോ ചെയ്തു. അനദർ ഇമ്പോർട്ടന്റ് ഇൻഫ്ലുവൻസ് വാസ് ജോൺ കീറ്റ്സ് ആൻഡ് ഹിസ് ഐഡിയ ഓഫ് നെഗറ്റീവ് കേപ്പബിലിറ്റി. നമ്മൾ കീറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ റൊമാൻറ്റിസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞായിരുന്നു അല്ലെ, ദാറ്റ് എ പോയറ്റ് ഷുഡ് ബി ഏബിൾ ടു റിമെയിൻ കംഫർട്ടബിൾ വിത്ത് അൺസർട്ടനിറ്റി, മിസ്റ്ററി ആൻഡ് ആംബിഗ്വിറ്റി വിത്തൗട്ട് ട്രൈങ് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് ലോജിക്കലി. അല്ലെ, നമ്മൾ ചില സിനിമയൊക്കെ കാണുമ്പോൾ അതിന്റെ പുറകിലെ ലോജിക്ക് തൊപ്പി പോകണ്ട, ഇത് ഏതവൻ എഴുതിയതാണെന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഓക്കെ, അതായത് അപ്പൊ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന ഒരു ആശയം, ഒരു മികച്ച പോയത്തില് ആംബിഗ്വിറ്റി, എന്താണ് ആംബിഗ്വിറ്റി? ഒരേ കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യും, കോൺട്രഡിക്റ്റ് ചെയ്യും. അതായത് ഒരു പൂവ്, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു പൂവുണ്ട്, അതായത് ഒരു 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 കുറച്ച് വാടിയ റോസാപുഷ്പം എന്ന് പറയുന്ന ഒരു സിമ്പല് ഒരു പോയത്തിൽ വന്നാൽ അതിന്റെ അർത്ഥം എന്താ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ചിലപ്പോൾ അതൊരു പ്രണയത്തിന്റെ സിമ്പലാവാം, ആ വാട്ടം കണ്ടില്ലേ, അതായത് അപ്പൊ മരണത്തോട് അടുക്കുന്ന ഒരാളുടെ സിമ്പലാവാം, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രണയത്തിന്റെ സിമ്പലാകാം, അല്ലെ? അപ്പൊ ഈ ആംബിഗ്വിറ്റി പോയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് കീപ്സ് ദ പോയം ഓപ്പൺ ഫോർ ഇന്റർപ്രിറ്റേഷൻസ്. ഇറ്റ് കീപ്സ് ദ പോയം ഓപ്പൺ ഫോർ ഇന്റർപ്രിറ്റേഷൻ. ഒരു കവി ഒരിക്കലും ഓതർ ഈ വായനക്കാരൻ ഇങ്ങനെ കരുതണം, ഇങ്ങനെയോ എന്റെ കവിത വായിക്കാവുള്ളൂ എന്ന് കരുതി പോയം എഴുതില്ല. അതിന് പകരം ഈ ആംബിഗ്വിറ്റി കൊണ്ടുവരുന്നത് പോയട്രിയിലെ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കും, മികച്ച പോയട്രി കൊണ്ടുവരും. അപ്പൊ ഈ എംസൺ, നമ്മൾ വില്യം എംസനെ പറ്റി ഇനി പഠിക്കും. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോയട്രിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ആംബിഗ്വിറ്റി. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ടി.എസ്. എലിയറ്റിന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പല ഇമോഷൻസും ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം മറ്റ് സിമ്പിൾസിലൂടെയോ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്സിലൂടെ, ലിറ്റററി ടെക്നിക്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കുക. ആ സിനിമയ്ക്കകത്ത് ഫോറസ്റ്റ് ഗംപ് സിനിമയ്ക്കകത്ത് നമ്മുടെ ജെനി എന്ന് പറയുന്ന നമ്മുടെ ഫോറസ്റ്റ് ഗംപിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള കഥാപാത്രത്തിന്റെ ഒരു സീനുണ്ട്. ഷീ ലിവ്ഡ് ഇൻ എ വെരി അബ്യൂസീവ് ഹോം. അപ്പൊ അവസാനം അവരെ ആ വീട് കത്തുന്ന ഒരു സീനുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണത്. അതായത് അവള് ഫ്രീ ആയി, അവളെ ബൗണ്ട് ചെയ്തിരിക്കുന്ന ആ വീട് കത്തുന്നത് അവളുടെ ഒരു ഫ്രീഡം, അവരുടെ ലിബറേഷൻ, അത്തരത്തിലുള്ള ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അതായത് ഒരു വികാരം അല്ലെങ്കിൽ ഒരു ആശയം ഡയറക്ട്ലി ഇമോഷൻസ് ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം ഇമേജ്, ഒബ്ജക്റ്റ്, സിറ്റുവേഷൻ, ഇവന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ഇതും ഈ ന്യൂ ക്രിറ്റിക്സ് വളരെയധികം താല്പര്യപ്പെട്ടിരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. കാരണം അവരത് വളരെയധികം യൂസ് ചെയ്തു. അത്തരം വർക്ക്സിനെ ഇവര് മികച്ച വർക്ക്സ് ആയിട്ടും പരിഗണിച്ചു. പിന്നെ ആരാണ് പ്രധാനപ്പെട്ട ന്യൂ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഐ.എ. റിച്ചാർഡ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ് ഐ.എ. റിച്ചാർഡ്സ്. ഐ.എ. റിച്ചാർഡ് ആണ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ന്യൂ ക്രിറ്റിക്. ഓക്കെ, ഇദ്ദേഹമാണ് ഈ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ചെയ്ത് എന്താന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ ആ കുട്ടികൾക്ക് ഒരു പോയം കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേർഡ്സ്വർത്തിന്റെ ഒരു പോയം തന്നിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ആദ്യം ആ പോയത്തിന്റെ അകത്തെ കണ്ടന്റിന്റെ കൂടെ നിങ്ങൾക്ക് റൊമാൻറ്റിസിസം എന്താണെന്നറിയാം, വേർഡ്സ്വർത്ത് ആരാന്നറിയാം, ഇത്തരം ഡാറ്റയൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ട് അല്ലെ? അപ്പോ ഒറ്റ മിനിറ്റ്. അപ്പൊ ഐ.എ. റിച്ചാർഡ്സ് ആണ് ക്ലോസ് റീഡിംഗ് വെച്ചത്. അദ്ദേഹം ചെയ്തത് എന്താണ്? ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് കോണ്ടെക്സ്റ്റ് അറിയുകയാണെങ്കിൽ നമുക്ക് കുറെ അനാലിസിസ് എളുപ്പമാവും. പക്ഷെ ഇയാൾ ക്ലാസ്സിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഓതറിന്റെ നെയിം ഇല്ലാതെ പോയം മാത്രം കൊടുത്തു, എന്നിട്ട് അത് അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് അനലൈസ് ചെയ്തപ്പോ ഈ പറയുന്ന അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് അവൾ നടത്തിയതാണ്. അപ്പോ ഈ കോണ്ടെക്സ്റ്റ് പറഞ്ഞ് ഒരു പോയം അനലൈസ് ചെയ്യുന്നതും കോണ്ടെക്സ്റ്റ് പറയാതെ ഒരു പോയം അനലൈസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഓക്കെ, അത് കാരണമാണ് ഇറ്റ് ഈസ് നെവർ വാട്ട് എ പോയം സെയ്സ് വിച്ച് മാറ്റേഴ്സ് ബട്ട് വാട്ട് ഇറ്റ് ഇസ്.
അതായത് ആ പോയത്തിന്റെ കണ്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെ? പോയത്തിന്റെ ഒരു നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് പോയത്തിന്റെ ലാംഗ്വേജും റിതവും സ്ട്രക്ചറും ഇമേജറീസും അതേപോലെ അത് തരുന്ന മീനിങ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മുടെ അത് എഴുതിയ കാലഘട്ടമോ ബയോഗ്രഫറിന്റെ ഡീറ്റെയിൽസോ ഈ പറയുന്ന ഓദറിന്റെ ബയോഗ്രഫിയോ ഒന്നും അല്ല. ഓക്കെ. അതേപോലെ ക്ലെനത്ത് ബ്രൂക്സ് ആൻഡ് റോബർട്ട് പെൻ വാറൻ. ഓക്കെ. ഇവര് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്ത ഫേമസ് ആക്കിയ ആൾക്കാരാണ്. അവര് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്ന് പറയുന്ന അന്നത്തെ ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതി. അതിന്റെ അകത്ത് ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ക്രിറ്റിസിസത്തെ വളരെയധികം അവർ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ അവര് ആൻ ഓർഗാനിക് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എന്ന് അവര് ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ശരിക്കും ഒരു ഓർഗാനിക് സിസ്റ്റമായിട്ട് ഇതിനെ ആദ്യം പരിഗണിച്ചത് ആരാ? നമ്മളിപ്പോ പറഞ്ഞോളൂ, വേർഡ്സ്വർത്ത് അല്ല, കോളറിഡ്ജ്. അതിനുശേഷം ഈ ന്യൂ ക്രിറ്റിക്സിനെ പറ്റി പ്രോപ്പർലി ഈ ഒരു റെഫറൻസ് കൊടുക്കുന്നത് ക്ലെനത്ത് ബ്രൂക്സ് ആൻഡ് റോബർട്ട് പെൻ വാറൻ ആണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂ ക്രിറ്റിക്കാണ് വില്യം എംസൺ. ഇദ്ദേഹത്തിന്റെ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് ഒരേ വാക്കിന് പല മീനിങ് ഉണ്ടാവും. അത് വായിക്കുന്ന ആൾക്കനുസരിച്ച് അതിന്റെ അർത്ഥങ്ങൾ മാറും. വായിക്കുന്ന സമയത്തിനനുസരിച്ച് അതിന്റെ അർത്ഥങ്ങൾ മാറും. അപ്പൊ ഈ ആംബിഗ്വിറ്റി പോയട്രിക്ക് ഡെപ്തും റിച്ച്നെസ്സും കൊടുക്കുന്ന ഒരു സാധനം എന്നാണ് പറയുന്നത്, അല്ലെ? അതല്ലേ ഈ കാവ്യഭാഷയും സാധാ സംസാര ഭാഷയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയില്ലേ? കാവ്യഭാഷയുടെ ഇതെന്താ, നമ്മുടെ ഇമാജിനേഷൻ റൺ വൈൽഡ് ചെയ്യാൻ നമ്മളെ എന്താ പറയുക, ഇറ്റ് മേക്സ് അവർ ഇമാജിനേഷൻസ് റൺ വൈൽഡ്, അല്ലെ? അതേപോലെ തന്നെ അലൻ ടേറ്റ്, അത്ര പ്രോമിനന്റ് അല്ലാത്ത ഒരാളാണ് അലൻ ടേറ്റ്. ഓക്കെ. ഇനി നോക്കാം. ഇനി നമുക്ക് ഈ ന്യൂ ക്രിറ്റിക്സ് ഭാഷേനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് വാട്ട് ഈസ് ലിറ്റററി ലാംഗ്വേജ് ആൻഡ് നോൺ ലിറ്റററി ലാംഗ്വേജ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നോൺ ലിറ്റററി സാഹിത്യത്തിന് എഴുതാത്ത ഭാഷ, സാഹിത്യത്തിന് എഴുതുന്ന ഭാഷ അല്ലാത്ത ഭാഷയാണ് നോൺ ലിറ്റററി ലാംഗ്വേജ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, അല്ലെ? നമ്മളത് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ മീനിങ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ നോൺ ലിറ്റററി ഭാഷയിൽ ഉപയോഗിക്കുന്നത്, അല്ലെ? അത് വളരെ പ്രാക്ടിക്കൽ ആണ്, ഫങ്ഷണൽ ആണ്. അതിന്റെ ഫങ്ഷൻ അനുസരിച്ചാണ് ഒരു ഭാഷയെ നമ്മൾ നിർണ്ണയിക്കുക, നമ്മുടെ മൂല്യം നമ്മൾ അളക്കുക പ്രാക്ടിക്കാലിറ്റി അനുസരിച്ചാണ്, അല്ലെ? ഒന്ന് നോക്കിയ ഒരു 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 ഇൻസ്ട്രക്ഷൻ മാനുവലോ അല്ലെങ്കിൽ ഒരു എന്താ ബ്രോഷറോ, ഇതൊക്കെ നോൺ ലിറ്റററി ലാംഗ്വേജ് ആണ്. നേരെ മറിച്ച് ലിറ്റററി ലാംഗ്വേജ്, നമ്മൾ സാഹിത്യം എഴുതുന്ന ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് റിച്ച്, സജസ്റ്റീവ്. അതായത് ആംബിഗ്വസ് ആയിരിക്കും, സജസ്റ്റ് ചെയ്യും നമ്മളെ പല കാര്യങ്ങളും, സിംബോളിക് ആൻഡ് ഇമോഷണലി ചാർജ്ഡ്. അപ്പൊ ഈ ഒരു വ്യത്യാസം എന്താ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. കാരണം വേർഡ്സ് ഇൻ ലിറ്ററേച്ചർ ആർ ചോസൺ നോട്ട് ഓൺലി ഫോർ ദെയർ ലിറ്ററൽ മീനിങ്, അല്ലെ? നമ്മളൊരു കവിത വായിച്ച് എന്തുകൊണ്ടാണ് കവിതയിൽ വ്യത്യസ്ത വാക്കുകൾ, പല കവിതകളും ചിലപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകില്ല. ഒറ്റ വാക്കിന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അതിന്റെ ഉദ്ദേശം എന്താ? അത് അത് ആ- അവിടെ ആ വാക്കിന്റെ ഫങ്ഷനാലിറ്റിക്കോ പ്രാക്ടിക്കാലിറ്റിക്കോ അല്ല അവിടെ ഒരു കവി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ദിയർ ഇമോഷണൽ അസോസിയേഷൻ. ആ വാക്ക് വെച്ചിട്ട് ഇമോഷണൽ ആയിട്ട് അത് വായനക്കാരിൽ എത്തുന്നുണ്ടോ, അതിന്റെ സൗണ്ട്, റിതം, ആ കവിതയിലുള്ള മറ്റു വാക്കുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് നിർണ്ണയിക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെയാണ് ഈ ഡിനോഷൻ ആൻഡ് കൊണോഷൻ എന്ന് പറയുന്ന, അല്ല കൊണോഷൻ അല്ല, കൊണോട്ടേഷൻ, ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്ക് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ റോസ്. റോസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡിക്ഷണറി മീനിങ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിനോട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. റോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലവർ, യൂഷ്വലി റെഡ് ഇൻ കളർ വിത്ത് തോൺസ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ കൊണോട്ടേഷൻ എന്താ? കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ ഇമോഷണൽ ഓർ സജസ്റ്റീവ് മീനിങ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇത് ചോദിക്കുകയെ, ഇത് ശ്രദ്ധിക്കണേ. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ്, കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷണൽ ഓർ സജസ്റ്റീവ് മീനിങ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് സാഹിത്യപരമായിട്ടുള്ള ആ വാക്കിന് എന്താണ് അർത്ഥം? ഒരു പോയത്തിൽ റോസ് എന്ന് പറഞ്ഞ വാക്കിന് ഒരു ഫ്ലവർ ആണ്, ബട്ട് ഇറ്റ് ഓൾസോ മീൻസ് ബ്യൂട്ടി, ലവ്, റൊമാൻസ് ഓർ പാഷൻ, അല്ലെ? ലിറ്റററി ലാംഗ്വേജ് ദെർഫോർ ഓപ്പറേറ്റ്സ് ഓൺ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് മീനിങ്, അല്ലെ? പല ലെവൽ മീനിങ് ആണ്. നമ്മൾ കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ, അല്ലെ കൂടുതൽ കൂടുതൽ പഠനവിധേയമാക്കുമ്പോൾ പല പോയത്തിലും ഡീപ്പർ മീനിങ്സ് ഉണ്ടാവാൻ കാരണം ഇതാണ്. കാരണം എന്താ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത്തരത്തിലുള്ള ഭാഷയാണ്. ഉം.
ഓക്കെ. ന്യൂ ക്രിറ്റിക്സ് ഓൾസോ ഡിസ്ക്രൈബ് ലിറ്ററേച്ചർ ആസ് നോൺ ഫങ്ഷണൽ ലാംഗ്വേജ് അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ സ്ഥിരം സംസാര ഭാഷയ്ക്ക് ഫങ്ഷൻ ഉണ്ട്. അത് അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസ് ഉണ്ട്. പക്ഷെ സാഹിത്യം നോൺ ഫങ്ഷണൽ ആണ് എന്നാണ് പറയുന്നത്. നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? സയന്റിഫിക് സെന്റൻസ് ലൈക്ക് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ല അതൊരു ഫങ്ഷണൽ ആണ്, നമുക്കൊരു ഡാറ്റ തരുന്നുണ്ട്. നോ നോ എന്താ പറയാ, വെറുതെ അനാവശ്യമായിട്ട് സമയം കളയുന്നില്ല. നേരെ മറിച്ച് ആ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് വേറെ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. ദ ഗോൾഡൻ സൺ ക്ലൈംഡ് സൈലന്റ്ലി ഇൻ ടു ദ സ്കൈ, അല്ലെ. അവിടെ എന്താ ഇമേജറി വരുന്നുണ്ട്, ഒരു rhythm ഉണ്ട്. അത് വായനക്കാരനിൽ ഒരു മൂഡും ഒരു ഇമോഷൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അത് കാരണമാണ് നമ്മൾ ഇതിനെ നോൺ ഫങ്ഷണൽ ലാംഗ്വേജ് എന്ന് ലിറ്ററേച്ചറിന്റെ ലാംഗ്വേജിനെ വിളിക്കുന്നത്. പിന്നെ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഓട്ടോണമി ഓഫ് ദ ടെക്സ്റ്റ്. ഓട്ടോണമി എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോണോമസ് കോളേജ് കേട്ടിട്ടുണ്ടാവുമല്ലോ, സ്വയംഭരണാവകാശം എന്ന് പറയുന്നത്, അല്ലെ. അതെന്താ? ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഒബ്ജക്ട്സ്. നിങ്ങളുടെ കയ്യിൽ ഒരു കവിത കിട്ടിയാൽ ആ കവിത പഠിക്കാനുള്ള എല്ലാം, ആ കവിത അനലൈസ് ചെയ്യാനുള്ളതെല്ലാം അതിന്റെ അകത്തുണ്ട്. നിങ്ങൾ വേറൊന്നും നോക്കണ്ട. നിങ്ങൾ കവീനെ നോക്കണ്ട, അയാളുടെ രാഷ്ട്രീയം നോക്കണ്ട, മതം നോക്കണ്ട, കോണ്ടെക്സ്റ്റ് നോക്കണ്ട, ഏത് കാലഘട്ടത്താണ് എഴുതിയതെന്നുള്ളത് നോക്കണ്ട. ഓക്കെ. Critic should work on words, imagery, symbol, structure, tone, and internal relationships of the text. അല്ലെ. ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ ആ നോവലിന്റെ ഭാഷ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി, സിമ്പിൾസ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയസ് ടെക്നിക്സ്, നറേറ്റീവ് ടെക്നിക്സ്, അതിന്റെ സ്ട്രക്ചർ, അതിലെ ചാപ്റ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ ഓതറിന്റെ ബയോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ കണ്ടീഷൻ, റീഡറിന്റെ ഇമോഷൻ, ഇതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അത് ഉപയോഗിക്കാൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്ലെൻത്ത് ബ്രൂക്സ് ഒരു മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വെൽ റോട്ട് ഏൺ. ഈ കാനനൈസേഷൻ എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട് നമ്മുടെ ഡണ്ണിന്റെ. ഓക്കെ. അതായത് ഏൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒരു എന്താ അതിന് പറയാ, ഒരു വെയ്സ് ആണ്, ഒരു വെസലാണ്. പലപ്പോഴും ഈ പറയുന്ന മരിച്ചു കഴിഞ്ഞ് കത്തിച്ച് ഈ പറയുന്ന നമ്മുടെ ആഷസ് ഒക്കെ ഇടുമല്ലോ ഹിന്ദുസത്തില്. അപ്പൊ അത് ആ ഇടുന്ന സാധനത്തെ ഏൺ എന്ന് വിളിക്കും. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറെ പാർട്സ് വെച്ച് ഒരുമിച്ച് ഉണ്ടാക്കി കൂട്ടുന്ന ഒരു സാധനമാണ് ഈ ഏൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോയം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ഏൺ ഇൻ വിച്ച് എവറി പാർട്ട് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡിസൈൻ. അതിന്റെ കൈകൾ, അതിന്റെ കാലുകൾ, അതിന്റെ ഷേപ്പ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈന്, അതിന്റെ കളറ്, അതിന്റെ മെറ്റീരിയൽ, ഇതെല്ലാം ഒരു ഏണിനെ മനോഹരമാക്കി തീർക്കും. ഓക്കെ. അതേപോലെ തന്നെയാണ് ഒരു നല്ല പോയം എന്നാണ് പറയുന്നത്. ഇപ്പൊ ചോദ്യം ചോദിക്കാം, ക്ലെനത്ത് ബ്രൂക്സ് എന്ത് മെറ്റഫർ വെച്ചിട്ടാണ് പോയട്രിയെ ഈ പറയുന്ന ഡിസ്ക്രൈബ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ കമ്പയർഡ് ഇറ്റ് ടു എ വെൽ റോട്ട് ഏൺ. ഓക്കെ. പിന്നെയുള്ളതാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കാണ്. നമ്മൾ ഇത്രയും നേരം എന്താണ് ന്യൂ ക്രിറ്റിസിസം എന്നാണ് പറഞ്ഞത്. അപ്പൊ ന്യൂ ക്രിറ്റിക്സ് ചെയ്യുന്നത് എന്താണ്? അവർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് എവറി ആസ്പെക്ട് ഓഫ് ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് എടുത്താൽ ടെക്സ്റ്റിലെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അതിലെ ഡിക്ഷൻ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി, സിമ്പിൾസ്, ഐറണി, പാരഡോക്സ്, റിതം, സ്ട്രക്ചർ ആൻഡ് സൗണ്ട് പാറ്റേൺസ് പോലും. ഓക്കെ. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്കസിങ് ഓതേഴ്സ് ലൈഫ് ഓർ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, ദ ക്രിറ്റിക് സ്റ്റഡീസ് ഹൗ ദ വേർഡ്സ് ഫംഗ്ഷൻ വിത്തിൻ ദ പോയം ഇറ്റ് സെൽഫ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. ഈ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം. അപ്പൊ അത് നോക്കുമ്പോൾ ഫ്രോസ്റ്റിന്റെ ചരിത്രത്തെ പറ്റിയോ അയാളുടെ പേഴ്സണൽ ലൈഫിലുള്ള സ്ട്രഗിളിനെ പറ്റിയോ നോക്കുന്നതിന് പകരം എന്താണ് നോക്കുക? അതിലെ സിംബലിസം, അതിന്റെ റിതം, ആ ഒരു പോയട്രി, ഈ പറയുന്ന പോയം എന്തിനെ പറ്റി, ഒരു ഈസി ആയിട്ടുള്ള പാത്ത് എടുക്കണോ ചലഞ്ചിങ് ആയിട്ടുള്ള പാത്ത് എടുക്കണോ എന്നുള്ളതാണ്. അതായത് റെസ്റ്റോർ റെസ്പോൺസിബിലിറ്റി, ഇത് തമ്മിലുള്ള ഒരു ടെൻഷൻ, ഇതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പാരഡോക്സ്, ആംബിഗ്വിറ്റി ആൻഡ് ടെൻഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ അകത്ത് ഈ കൂടുതലായിട്ട് ന്യൂ ക്രിറ്റിക്സ് ഫോക്കസ് ചെയ്തിരുന്ന ചില ഏരിയാസ് ആണത്. ഓക്കെ. അപ്പൊ പാരഡോക്സ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് അപ്പിയേഴ്സ് കോൺട്രഡിക്ടറി ബട്ട് ആക്ച്വലി കണ്ടെയ്ൻസ് ട്രൂത്ത്. അതിന്റെ അർത്ഥം ഇത് നോക്കിയേ. ലവേഴ്സ്, ഈ കാനനൈസേഷൻ എന്ന് പറയുന്ന പോയത്തില് ലവേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് സെയിൻസ് കമ്പൈനിങ് earthly ലവ് വിത്ത് സ്പിരിച്വൽ ഹോളിനെസ്. അല്ലെ, സെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ സന്യാസിമാരെന്നൊക്കെ പറയുമ്പോൾ അല്ലെ പരിശുദ്ധന്മാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ നമ്മൾ കരുതുക? ഈ പറയുന്ന കല്യാണം ഒന്നും കഴിക്കാതെ
എല്ലാ നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ്. പക്ഷെ കാനനൈസേഷനിൽ പ്രണയ ജോഡികളെയാണ് സെയിൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെ? അപ്പോ ഈ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ, നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ളതിനെ എല്ലാം ത്യജിക്കുന്നവരാണല്ലോ ഈ ഋഷിമാരും ഈ സെയിൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഭൗതികമായിട്ടുള്ള സ്നേഹത്തെ ഈ പറയുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എൻലൈറ്റൻമെന്റ് ആയിട്ടുള്ള ഒരു ഹോളിനെസ്സുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇതാണ് പാരഡോക്സ്. അതായത് നമ്മൾ കരുതുന്നതിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പ്രസ് ഒട്ടും എതിരർത്ഥമുള്ള എന്താ പറയാ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആശയങ്ങൾ എടുത്തിട്ട് ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ മീനിങ്സ് ഇൻ എ വേർഡ് ഓർ ഫ്രേസ്, അല്ലെ? വില്യം എംസൺ ആണ് പറയുന്നത് അത് പോയട്രീനെ റിച്ച് ആൻഡ് ഡെപ്ത്ഫുൾ ആക്കുമെന്ന് പറയുന്നു. ഓക്കെ, സിക്ക് റോസ് എന്ന് പറയുന്നിടത്ത് റോസ് എന്ന് പറയുന്ന സാധനം എന്തിനെയൊക്കെ ഇത് ചെയ്യാം? ഇന്നസെൻസ്, ബ്യൂട്ടി, സെക്ഷുവാലിറ്റി ഓർ കറപ്ഷൻ. അല്ലെ, ഒരേ സമയം ഈ റോസ് എന്ന് പറയുന്ന സാധനം ഇന്നസെൻസിനെ, ബ്യൂട്ടീനെ, സെക്ഷുവാലിറ്റീനെ, കറപ്ഷനെ, അല്ലെ? ഇന്നസെൻസ് എവിടെ കിടക്കുന്നു, കറപ്ഷൻ എവിടെ കിടക്കുന്നു? രണ്ട് രണ്ട് ആശയങ്ങളാണ്. പക്ഷെ ഈ ആംബിഗ്വിറ്റി മൾട്ടിപ്പിൾ മീനിങ്സ് ഒരു പോയത്തിൽ കൊടുക്കും. അത് വായനക്കാരന്റെ ആ വായനാനുഭവവും ഇത് പഠനവിധേയമാക്കുന്നവരുടെ അത് കൂടുതൽ എന്താക്കും, കൂടുതൽ എന്താ പറയാ എൻജോയബിൾ ആക്കി മാറ്റും. A tension introduced by Alan Tate refers to the balance between opposing elements within a poem. Poetry often creates meaning through the interaction between emotions and intellect, literal and symbolic meaning, or abstract and concrete ideas. അതായത് ഒരു ടെൻഷൻ എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ പോയട്രീന്റെ അകത്ത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ലവേഴ്സ് സെയിൻസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു ടെൻഷൻ ഉണ്ട്. രണ്ട് 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 സൈഡ് കിടക്കുന്ന സാധനങ്ങളാണ്, അല്ലെ? നമ്മളത് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നാം. പക്ഷെ അതിനെ രണ്ടിനെയും കൂട്ടിക്കൊണ്ടുവരുന്നിടത്തുള്ള ഒരു ടെൻഷൻ, ആ കൊണ്ടുവരുന്നതിനെയാണ് ടെൻഷൻ എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പോയട്രീനെ പാരഫ്രൈസ് ചെയ്യുന്നത് വളരെ മോശമാണ് എന്ന് ക്ലെനത്ത് ബ്രൂക്സ് പറയുന്നുണ്ട്. ഒരു ഹെറസി, ഹെറസി എന്ന് പറഞ്ഞാൽ ദൈവനിഷേധം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ്, അല്ലെ? നമ്മൾ ബ്ലാസ്ഫമി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഒരു പോയത്തെ ഒരിക്കലും പ്രോസ് ആയിട്ട് പാരഫ്രൈസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന രണ്ട് ഐഡിയാസ് അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കും. ഓക്കെ, ഞാൻ അത് കാരണം പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇന്റൻഷണൽ ഫാലസി, അതേപോലെ തന്നെ അഫക്റ്റീവ് ഫാലസി. ഈ KM വിംസാറ്റ് ആൻഡ് മൺറോ ബ്രാഡ്സ്ലി ബിയേർഡ്സ്ലി, ഈ വിംസാറ്റ് ആൻഡ് ബിയേർഡ്സ്ലി എന്ന് പറയുന്നവര് അവർ ഒരുമിച്ച് എഴുതിയ വർക്കിന്റെ അകത്ത് കൊണ്ടുവരുന്ന രണ്ട് ആശയങ്ങളാണ് ഇന്റൻഷണൽ ഫാലസി, അതേപോലെ അഫക്റ്റീവ് ഫാലസി. ഇന്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് ദേ ആർഗ്യൂ ദാറ്റ് ദ ഓതേഴ്സ് ഇന്റൻഷൻ ഷുഡ് നോട്ട് ഡിറ്റർമിൻ ദ മീനിങ് ഓഫ് ലിറ്റററി വർക്ക്. ഇന്റൻഷണൽ ഫാലസി, ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശം, അല്ലെ? അപ്പൊ ഈ ഓതർ എന്തുദ്ദേശിച്ച് എഴുതുന്നോ, ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു പ്രണയ കവിത എഴുതി കളയാന്ന് വിചാരിക്കുക. പക്ഷെ എന്റെ ഉദ്ദേശം ആയിരിക്കരുത് അവസാനം അത് ടെക്സ്റ്റ് ആയിട്ട് വരുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. അതായത് ഇപ്പോ എനിക്ക് പോയിട്ട് ഞാനൊരു കവിത എഴുതി അതിനെ 10 പേര് 10 രീതിയിൽ അനലൈസ് ചെയ്തു. എനിക്ക് പിന്നെ അവിടെ പോയി പറയാൻ അവകാശം ഇല്ല. അതായത് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഈ പോയിറ്റെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ബിക്കോസ് റീഡേഴ്സ് ക്യാൻ നെവർ ഫുള്ളി നോ വാട്ട് ദ ഓതർ ഇന്റൻഡഡ് ഈവൻ ഇഫ് ലെറ്റേഴ്സ് ഓർ ഡയറീസ് എക്സിസ്റ്റ്. ഇന്റർപ്രിറ്റേഷൻ മേ സ്റ്റിൽ ഡിഫർ. അല്ല, നമുക്ക് പല പോയത്തിലും നമുക്ക് ഇതിന്റെ അർത്ഥം എന്താന്നുള്ള കൺഫ്യൂഷൻ വരാൻ കാരണം ഇതാണ്. അങ്ങനെ അതിന്റെ പുറകെ പോവരുത് എന്നാണ് പറയുന്നത്. പോയറ്റിന്റെ ഇന്റൻഷൻ ഇസ് നോട്ട് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഇന്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പറഞ്ഞത്. ദ ന്യൂ ക്രിറ്റിക്സ് ബിലീവ് ദാറ്റ് ലിറ്റററി ക്രിറ്റിസിസം ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദ വേർഡ്സ് പ്രസന്റ് ഓൺ ദ പേജ്. ഓക്കെ, വൺസ് എ പോയം ഇസ് പബ്ലിഷ് ഇറ്റ് ബിക്കംസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഓതർ. അല്ലെ, മോഡേണിസത്തിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഡെത്ത് ഓഫ് ദ ഓതർ. അല്ല, ഒരു പോയം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓതർ റെലവന്റ് അല്ല. പിന്നെ അത് വായനക്കാരന്റെ കയ്യിലായിരിക്കുന്നത്. ഓക്കെ, therefore meaning must be discovered through textual analysis rather than speculation of the author's intention. അപ്പൊ ഇന്റൻഷണൽ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, ഒരു ഓതർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെ തന്നെ എന്റെ വർക്ക് വായിക്കപ്പെടണം എന്ന്. അതേപോലെ തന്നെ നമ്മൾ റീഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പോയത്തെ അനലൈസ് ചെയ്യുമ്പോൾ എന്തുദ്ദേശിച്ചായിരിക്കും, എന്ത് ഇന്റൻഷനോട് കൂടി ആയിരിക്കും പോയറ്റ് ഇത് എഴുതിയത് എന്നുള്ള ഒരു ചിന്ത അത് 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 യൂസ്ഫുൾ അല്ല. വി ഷുഡ് ഓൺലി ഫോക്കസ് ഓൺ ടെക്സ്ച്വൽ അനാലിസിസ്. ഓക്കെ, അടുത്തൊരാശയമാണ് അഫക്റ്റീവ് ഫാലസി.
ഓക്കെ, ഇനി അത് ദിസ് തിയറി ആർഗ്യൂസ് ദാറ്റ് എ ലിറ്റററി വർക്ക് ഷുഡ് നോട്ട് ബി ജഡ്ജ് അക്കോർഡിംഗ് ടു ദ ഇമോഷണൽ റിയാക്ഷൻ ഓഫ് റീഡേഴ്സ്. അല്ലെ, നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു സാധനമാണ്, ഒരു സിനിമ ഇറങ്ങി, ഒരു നോവൽ ഇറങ്ങി, അല്ലെങ്കിൽ ഒരു നാടകം ഇറങ്ങി, അത് ചില ആൾക്കാരുടെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ വികാരം വ്രണപ്പെടുത്തി, അത് കഴിഞ്ഞ് അത് കാരണം ആ നോവൽ മോശമാണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ആ പോയം മോശമാണെന്ന് പറയും, അല്ലെ? അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്താണ്? റീഡർ റെസ്പോൺസസ് ആർ സബ്ജക്റ്റീവ് ബിക്കോസ് ഡിഫറെന്റ് പീപ്പിൾ മേ റിയാക്ട് ഡിഫറെന്റ്ലി ടു ദ സെയിം ടെക്സ്റ്റ്. വൺ റീഡർ മൈറ്റ് ഫൈൻഡ് എ പോയിന്റ് മൂവിങ് വൈൽ അതർ മേ നോട്ട് ഫീൽ എനിത്തിങ് അറ്റ് ഓൾ. അതായത് നമ്മൾ എഴുതുന്ന ഈ ഓരോ ടെക്സ്റ്റും അത് ഓരോ റീഡറും വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏഹ്, ഒ- വായിക്കുന്ന ആളുടെ ഇമോഷണൽ റിയാക്ഷൻ അനുസരിച്ച് ഒരു പോയം നല്ലതാണോ മോശമാണോ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ന്യൂ ക്രിറ്റിക്സ് ബിലീവ് ദാറ്റ് ക്രിറ്റിസിസം മസ്റ്റ് റിമെയിൻ ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക്. ഇഫ് ക്രിറ്റിസിസം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പേഴ്സണൽ ഫീലിംഗ്, ലിറ്റററി സ്റ്റഡീസ് വുഡ് ബിക്കം ഇംപ്രഷനിസ്റ്റിക് ആൻഡ് അൺറിലയബിൾ. ഓക്കെ, ഇത് തന്നെയാണ് ഈ പറയുന്നത്. അത് വായനക്കാരന്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉപരിയായിട്ട് എന്താവണം, ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ എഫക്റ്റീവ് ഫാലസി. ഓക്കെ, അതായത് ഇമോഷണൽ റിയാക്ഷൻ ഓഫ് റീഡേഴ്സിനനുസരിച്ച് ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യുന്നതിനാണ് എഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. സിനിമയുടെ എക്സാമ്പിൾ നോക്കുക, നല്ല സിനിമകൾ എത്ര എണ്ണം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് മോശം സിനിമയാണെന്നല്ല, അത് ആ എത്തേണ്ട ഓഡിയൻസിൽ എത്തേണ്ട പോലെ എത്തിയില്ല, അല്ലെങ്കിൽ ഓഡിയൻസിന് അത് കണ്ട ഓഡിയൻസ് അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെ? അപ്പൊ ഒരിക്കലും നമ്മൾ ഇമോഷണൽ റിയാക്ഷൻ ഓഫ് ദ റീഡേഴ്സ് അതിൽ ഫോക്കസ് ചെയ്ത ഒരു വർക്കിനെ നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് ഫാലസി. പിന്നെ ന്യൂ ക്രിറ്റിസിസം സ്ട്രോങ്ലി ഒപ്പോസസ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ഉണ്ട്. അതായത് ഒരു വർക്കിനെ അത് എഴുതപ്പെട്ട ഹിസ്റ്ററി, അതിൽ നടന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അനുസരിച്ച് ആ വർക്കിനെ ജഡ്ജ് ചെയ്യാണ്. അതായത് ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന ആ വർക്ക് ഈ പറയുന്ന എന്തിനെ പറ്റിയാണ്, നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി, അത് എഴുതിയ നമ്മുടെ അത് എഴുതിയ കാലഘട്ടത്തെ പറ്റി ഒക്കെ അതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കരുത് എന്നാണ് പറയുന്നത്. Okay, for example, while studying Animal Farm, a new critic would focus on symbols, narrative techniques, and the ironic structure of the novel rather than mainly discussing Russian Revolution. Okay, റഷ്യൻ റവല്യൂഷനെ ഒരു ആനിമൽ ഫേബിൾ ആയിട്ട് അവതരിപ്പിച്ച ഒരു വർക്കാണ് ആനിമൽ ഫാം എന്ന് പറയുന്ന നോവല്ല. ഓക്കെ, അതിന്റെ അകത്ത് സ്റ്റാലിൻ വരുന്നുണ്ട്, ലെനിൻ വരുന്നുണ്ട്, ട്രോട്സ്കി വരുന്നുണ്ട്. റഷ്യയിൽ നടന്ന വിപ്ലവത്തിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഒരു ഫാമിൽ നടക്കുന്ന ആനിമൽസ് തമ്മിൽ നടക്കുന്ന ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വർക്കാണ് ആനിമൽ ഫാം, അല്ലെ? അപ്പൊ ഒരു ഹിസ്റ്റോറിക് ക്രിറ്റിസിസം നടത്തുന്ന ആൾ അത് റഷ്യൻ റവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കും, അല്ലെ? പക്ഷേ ന്യൂ ക്രിറ്റിക് എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടേ നോക്കില്ല. ഓക്കെ, അതാണ് ന്യൂ ക്രിറ്റിസിസത്തിലെ ഓട്ടോണമി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്ന സാധനം, ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് നമ്മളെ എന്താ സ്റ്റുഡൻസിനെ ടെക്സ്റ്റ് പ്രോപ്പർലി അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അല്ലെ? അതേപോലെ ഇറ്റ് ഇസ് ഡിസിപ്ലിൻഡ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഇംപേഴ്സണൽ ആണ്, ഡിസിപ്ലിൻഡ് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസ് എന്താ? എല്ലാ സ്ഥലത്തും ഈ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ മേലെ പറഞ്ഞ എക്സാമ്പിൾ ആനിമൽ ഫാം എന്ന് പറയുന്നത്, അതിൽ ഓരോ മൃഗത്തിനും റഷ്യൻ റവല്യൂഷൻ നടന്ന സമയത്ത് നടന്ന ഓരോ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ആ വർക്കിന് വലിയ അർത്ഥമൊന്നുമില്ല. മനസ്സിലായല്ലേ? അപ്പൊ ഇതാണ് ഇതിനെതിരെയുള്ള ക്രിറ്റിസിസം. അപ്പൊ ഇത്രയേ ഉള്ളൂ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടോപ്പിക്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലോസ് റീഡിങ്ങിനാണ് എംഫസൈസ് ചെയ്തത്. ഇറ്റ് എംഫസൈസ്ഡ് ഓൺ ക്ലോസ് റീഡിങ്. ഒരു വർക്കിന്റെ ഹിസ്റ്ററിയോ ബാക്ക്ഗ്രൗണ്ടോ നോക്കാതെ ആ ടെക്സ്റ്റിൽ എന്ത് അടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഓട്ടോണമി ഓഫ് ദ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിന്റെ സിമ്പിൾസ്, ഇമേജറി, ഫോം, ഇതിനൊക്കെയാണ് സ്ട്രെസ് ചെയ്തിരുന്നത്. ഇറ്റ് ഈസ് ആന്റി ഹിസ്റ്റോറിക്കൽ, ഈ ഹിസ്റ്ററി നോക്കാത്തതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ന്യൂ ക്രിറ്റിസിസം. ഓക്കെ, ഞാൻ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.